ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ചിത്രീകരിക്കാൻ കഴിയില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചില ക്ഷേത്രങ്ങളിൽ നമുക്ക് അനുവദീയമല്ല. അതുകൊണ്ടാണ്. പടിഞ്ഞാറ് മുഖമായിട്ടാണ് ഇവിടുത്തെ ഭഗവാൻ ഇരിക്കുന്നത്. വേട്ടക്കൊരു മകൻ ശിവൻ തന്നെയാണ്. നമ്മളിതിന് മുമ്പിട്ടും അത് പറഞ്ഞിട്ടുണ്ട്. പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാനിപ്പം ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ തിലാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഘട്ടന. അത് കണ്ണൂർ താഴെ ചൊവ്വക്കുന്ന കാപ്പാട്ട് റോഡ് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. കാപ്പാട്ട് റോഡ് വഴിക്ക് പിന്നെ കാപ്പാട്ട് ക്ഷേത്രമെല്ലാം കേട്ടില്ല നമ്മൾ. അപ്പം അങ്ങോട്ടാണ് നമ്മളെ ഇത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ വന്നത് വേട്ടക്കൊരു മകൻ ക്ഷേത്രത്തിലാണ് കേട്ടോ. വേട്ടക്കൊരു മകൻ ക്ഷേത്രത്തിൽ വന്നതാണ്. പിന്നെ ഇവിടെ 11-12 ദിവസങ്ങളിൽ 13 ദിവസങ്ങളിൽ ഇവിടെ വാർഷിക മഹോത്സവം നടക്കുവാണ് കേട്ടോ. അപ്പോൾ 12,000 തേങ്ങ ഒക്കെ മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവസാന ദിവസമാണ്, 13-ാം തീയതിയാണ് വരിക. പിന്നെ രണ്ടാമത്തെ ദിവസം തായമ്പങ്ക്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ദീപാരാധനയുണ്ട്. പിന്നെ ആദ്യത്തെ ദിവസം ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെയാണുള്ളത്. നവകലശ പൂജയുണ്ട്. പിന്നെ ദീപസമർപ്പണമുണ്ട്. നാഗത്തിന് 100 പാലും സമർപ്പണമായിരുന്നു. മാർച്ച് 30 കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളാണ്. 2025 ഇത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാനും ഇവിടുത്തെ അധികാരികളിൽ നിന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ വന്നതാണ്. എന്നാൽ നമുക്ക് ഇവിടുത്തെ ക്ഷേത്രം കണ്ടിട്ട് വന്നാലോ? നല്ല നമസ്കാരം. ഘട്ടന ഇതാണ് ക്ഷേത്രം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഒന്ന് കാഴ്ചകൾ കണ്ടിട്ട് വേഗം വരാം കേട്ടോ. ഇന്ന് മഴ പിടിച്ചില്ലേ? നല്ല സംഭവമാണ്. ആകാശത്തോടെ ഒറ്റ മഴക്കാറില്ല. നിങ്ങൾ പോയി നോക്കിക്കോ. പക്ഷെ എന്നിട്ടും മഴ പിടിച്ചില്ല. ഇത് രാവിലെയാണ് ക്ഷേത്രത്തിലെ പൂജ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. 12,000 തേങ്ങേൻ്റെ ഇത് സമർപ്പണത്തിന് വേണ്ടിയിട്ട് എല്ലാം തയ്യാറെടുപ്പിലാണ്. ഇന്ന് വൈകിട്ട് മുതലാണ് ഇവിടെ ആരംഭിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന മുമ്പിട്ട് നമുക്ക് ഇവിടെ കാണാം ഒരു നാഗചിത്രകൂടത്തോടു കൂടിയിട്ട് ഇവിടെ ഒരു നാഗരാജാവിനെ പ്രതിഷ്ഠിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് നാഗസ്ഥാനം നൽകിയിട്ടുള്ളത്. നിത്യകോണിലാണെന്നുള്ളത് കേട്ടോ.
ഇവിടെ എന്നാ സ്ഥാനമുള്ള ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ നിന്ന് കയറി വരുമ്പം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ബ്രഹ്മരക്സിൻ്റെ ഒരു സ്ഥാനം കൊടുത്തു. അത് നല്ല വൃത്തിയിൽ അവർ ചെയ്തിട്ട് മറ്റുള്ള ക്ഷേത്രത്തിൽ കാണുന്നേക്കാളും വ്യത്യസ്തമായിട്ട് വൃത്തിയിൽ അവർ ചെയ്തിട്ട് കാണുന്നുണ്ട്. ബ്രഹ്മരക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതായത് മോക്ഷം കിട്ടാതായിപ്പോയ ബ്രാഹ്മണൻ്റെ പ്രേതത്തെ പറ്റിയാണ് ബ്രഹ്മരക്സ് ആയിട്ട് പിന്നീട് മാറുന്നു എന്നാണ് പറയപ്പെടുക. മനസ്സിലായാം? ഞാൻ മുമ്പ് നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ വലിയൊരു സ്റ്റേജും കാണാം. അതിൻ്റെ നിർമ്മാണമെല്ലാം ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് അവർ ചെയ്തതാണ്. ഇപ്പോൾ ഇനി ക്ഷേത്രത്തിൽ ഒരുപാട് പണികളുണ്ട്. ഇവിടെ ഒന്ന് 10,000 തേങ്ങ സ്ഥലം കേട്ടോ. വേണപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം കാര്യങ്ങളൊക്കെ നടന്നിട്ടില്ല. അന്ന് ഇപ്പം കുറച്ചും കൂടി ഇനി വർക്കുണ്ട് ഒരുപാട്. പിന്നെ ഓഫീസിൻ്റെ വർക്ക് നടന്നുകൊണ്ട് പോകാന്ന്. അപ്പോൾ അതിനുള്ള സഹായങ്ങൾ പിന്നെ ചെറിയൊരു അന്നദാനശാല ഇവിടെ വേണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല സാമഗ്രികളെല്ലാം കുറവായതുകൊണ്ടാണ് അവർ ഇത്രയും ഇതിൽ ചെയ്യുന്നത്. ഉത്സവം 11, 12, 13 തീയതി വരെയാണ്. അന്നത്തെ 3 ദിവസം അന്നദാനമുണ്ട് അല്ലേ? എത്ര മണിക്കാണ് ആരംഭിക്കുന്നത്? രാവിലെ മുതൽ ഇന്ന് സ്റ്റാർട്ടായല്ലോ. ഇന്ന് എത്ര മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്? കൊടിയേറ്റം എത്ര മണിക്ക് വരുന്നത്? ചടങ്ങൊന്നുമില്ല, തുടങ്ങിയിട്ട് വരും അല്ലേ? തേങ്ങയാണ് അല്ലേ? അതായത് തേങ്ങയേറ്. 12,000 തേങ്ങയേറ്. ഇതാണ് QR കോഡ് ക്ഷേത്രത്തിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതീവ പോസിറ്റീവ് എനർജിയിലൊരു ക്ഷേത്രമാണ്. നിങ്ങൾ അതിലേക്ക് സംഭാവന ചെയ്യുക. ഇതാണ് QR കോഡ്. ഇനി പൂജാ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്താൽ മതി കേട്ടോ. ഇത് ക്ഷേത്രത്തിൻ്റെ QR കോഡാണ്. പിന്നെ ഇത് നിത്യപൂജേൻ്റെ ഒരു ഇതാണ്, സംഗതിയാണ്. ചേട്ടാ ഒന്ന് ഇത് കൂടി പറഞ്ഞു കൊടുക്കും. ഇവിടെ ഒരു ബോർഡ് എഴുതിച്ചിട്ട്, ഒരു കൗതുകകരമായിട്ടുള്ള ഒരു ബോർഡ് എഴുതിച്ചിട്ട് കാണാം. അപ്പം അത് മറ്റുള്ള ക്ഷേത്രത്തിൽ നമ്മൾ കാണാറില്ല. ഇത്ര മലബാറിലെ അത്യപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ വേട്ടക്കൊരു മകൻ. അപ്പം അത് നമ്മൾ കാണൽ വളരെ കുറവാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ എഴുതി വെച്ചിട്ട്. ശനീശ്വര ചൈതന്യമാണ് പ്രദാനം ചെയ്യുന്നത്, മഹാദേവൻ്റെ ഇതാണെന്ന് പറയുന്നത്.
നല്ല നമസ്കാരം. നമുക്ക് ബാക്കിയുള്ളത് വേട്ടക്കൊരു മകൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മളിവിടുത്തെ അധികാരികൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്.